ഒടുവിൽ അരമനക്കിങ്ങണി ആ സത്യം തുറന്നു പറഞ്ഞു. ഒടുവിൽ അരമനക്കിങ്ങണി ആ കുമ്പസാരം പരസ്യമായി അങ്ങ് നടത്തി സത്യം വിളമ്പി. രാഹുൽ മാങ്കുട്ടത്തിനെതിരായ പരാതി രാഷ്ട്രീയപ്രേരിതമെന്ന് KPCC അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന അരമനക്കിങ്ങണി പരസ്യമായി അങ്ങ് സമ്മതിച്ചു. കാത്തുംകടവ് സെയിൻറ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാപ്രകളോട് സംസാരിക്കവെയാണ് കിങ്ങണി അറിയാതെ ഈ സത്യം വിളിച്ചു പറഞ്ഞത്. തനിക്ക് കിട്ടിയ പരാതിക്ക് പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു. പരാതി എന്താണെന്ന് ആളുകൾക്കറിയാം, ജനങ്ങൾ വിലയിരുത്തട്ടെ. എനിക്ക് പരാതി ലഭിച്ച സമയത്ത് തന്നെ മാധ്യമങ്ങൾക്കും ലഭിച്ചു. എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം? പരാതി ആർക്കാണ് അയക്കേണ്ടിയിരുന്നതെന്ന് അവർക്ക് നന്നായി അറിയാം. എന്നാൽ എനിക്കാണ് അയച്ചത്. പരാതി ആസൂത്രിതമായി തയ്യാറാക്കിയതാണെന്നും അരമനക്കിങ്ങണി പറഞ്ഞു. എൻ്റെ അരമനക്കിങ്ങണി, തനിക്ക് ഇത്രയും പറയാമെങ്കിൽ അത് ആരുടെ ബ്രെയിനാണെന്നങ്ങ് പച്ചയ്ക്ക് പറയുക. ഇതാണ് ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും രാഹുലിന് ആദ്യ കേസിൽ ജാമ്യം ലഭിച്ചാൽ രാഹുലിൻ്റെ പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കുവാൻ KC വേണുഗോപാലും അരമനക്കിങ്ങണിയും തയ്യാറാകുന്നു എന്നറിഞ്ഞ കേക്കച്ചൻ ആ നടപടിയെ തകർക്കുവാനായിയാണ് രണ്ടാമത്തെ നാടകക്കാരിയെ കളത്തിലിറക്കിയത്. ആദ്യ പരാതി നടപടി വേഗത്തിലാക്കുവാൻ പിണറായി വിജയന് നൽകിയപ്പോൾ രണ്ടാമത്തെ പരാതി ഗുണവും മണവുമില്ലാത്ത KPCC പ്രസിഡന്റിന് നൽകിയത് എന്തിനാണ്? ഇതിൻ്റെ ഉദ്ദേശം രാഹുലിനെ തിരികെ എടുത്താൽ എടുക്കുന്നവർ നാറും എന്ന് വരുത്തി തീർക്കുന്നതിനും കേക്കച്ചനെ ആരും സംശയിക്കാതിരിക്കാനും വേണ്ടിയാണ്. കേക്കച്ചൻ തയ്യാറാക്കി കൊടുത്ത ആ പരാതി KPCC പ്രസിഡന്റിനെ അയക്കുകയും അദ്ദേഹം ആ പരാതി പോലീസ് മേധാവിക്ക് കൈമാറുകയും ചെയ്യുമ്പോൾ പരാതിക്കാരൻ സ്വന്തം പാർട്ടിയുടെ അധ്യക്ഷനായി മാറുമ്പോൾ തെറി അദ്ദേഹത്തിനും ഗുണം കേക്കച്ചനും കിട്ടും എന്നതുകൊണ്ടാണ്. രാഹുൽ പാർട്ടിയിൽ സത്യങ്ങൾ മനസ്സിലാക്കി തിരികെ എത്തിയാൽ രാഹുൽ അജയനാകുമെന്നും തനിക്ക് പിന്നീട് പട്ടിയുടെ വില പോലും പാർട്ടിയിൽ ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയ നെട്ടൂർ കേക്കച്ചൻ നടത്തിയ ആ ജീവൻ മരണ പോരാട്ടമാണ് രാഹുൽ വിഷയത്തിൽ നാം ഇപ്പോൾ കണ്ടത്. കോടതി വിധി വന്നപ്പോൾ ഇന്നേറ്റവും നാണം കെട്ടത്, പ്രതിസന്ധിയിലായത് ഈ കോൺഗ്രസ് നേതൃത്വമാണ്. ഇനി ഇവന്മാർ ജനങ്ങളോട് എന്തു പറയും? എന്തിൻ്റെ പേരിലാണ് രാഹുലിനെതിരെ തിടുക്കപ്പെട്ട് ഈ നടപടിയെടുത്തത്? പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ ഇവന്മാർ എന്ത് മറുപടി പറയും? എന്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ, എന്ത് ക്രെഡിബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും തിടുക്കപ്പെട്ട് ഈ നടപടി എടുത്തത് എന്ന ജനങ്ങളുടെ ചോദ്യത്തിന് ഇവന്മാർ എന്ത് മറുപടി പറയും? കേക്കച്ച, നിന്റെ മറ്റേ നിലപാട് ഇപ്പോൾ എന്തായി എന്ന് ജനങ്ങൾ ചോദിക്കില്ലേ? 2016 സരിതയെ ഇറക്കിയ ആ കേക്കച്ചൻ ഇതാ 2026 മുന്നോടിയായി പിണറായിക്ക് തുടർഭരണം ഉറപ്പാക്കുവാൻ അടുത്ത നാടകക്കാരികളെ ഇറക്കിയതാണെന്ന് ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ഇതാ എത്രയോ യാഥാർത്ഥ്യമായി. രാഹുൽ വിഷയത്തിൽ രാഹുലിനെ പുറത്താക്കുന്നതിന് മുമ്പ് അന്ന് രാവിലെ സണ്ണി ജോസഫ് പറഞ്ഞത് കേൾക്കുക. പെണ്ണിത്താനും കിങ്ങണിക്കോട്ടനും KPCC പ്രസിഡന്റിൻ്റെ റോള് കേക്കച്ചൻ്റെ നിർദ്ദേശമനുസരിച്ച് കളിച്ചപ്പോൾ കേക്കച്ചൻ ഇവരെ മുന്നിൽ നിർത്തി നാടകം നടത്തിയപ്പോഴാണ് പുറത്താക്കുന്ന കാര്യം തീരുമാനിക്കുക ഞാനിവിടെ ഉണ്ടെന്ന തരത്തിൽ സണ്ണി ജോസഫ് അന്ന് ഇപ്രകാരം പറഞ്ഞത്. ഞാൻ ഇന്നലെ ആലപ്പുഴയിലും പറഞ്ഞു, ഉചിതമായ നടപടി അതിൻ്റേതായ സമയത്തെടുക്കും. ഞങ്ങളുടെ പാർട്ടി, കോൺഗ്രസ് പാർട്ടി, മാതൃകാപരമായിട്ട് ഇത് സംബന്ധിച്ച വാർത്തകൾ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തോട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം, സംസ്ഥാന പ്രസിഡന്റ്, തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ്, രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അസംബ്ലി ചേരുന്നതിന് മുൻപായിട്ട് തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടിയിൽ നിന്ന്, കോൺഗ്രസ് MLA അല്ല അദ്ദേഹം എന്ന് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് കൊടുത്തു. അദ്ദേഹത്തെ കോൺഗ്രസ് MLA-മാരുടെ സീറ്റിൽ നിന്ന് അദ്ദേഹത്തെ അകറ്റിയിരുത്തി, മാറ്റിയിരുത്തി. അദ്ദേഹം ഭരണകക്ഷിയിലുമല്ല പ്രതിപക്ഷത്തുമല്ല, അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു. അദ്ദേഹത്തിന് നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെതായ യാതൊരു സംരക്ഷണം ഉണ്ടായില്ല. അദ്ദേഹത്തിനെതിരെ ഒരു പരാതി എനിക്ക് കിട്ടിയപ്പോൾ, എനിക്ക് കിട്ടിയ മിനിറ്റുകൾക്കകം ഞാനത് DGPക്ക് ഫോർവേഡ് ചെയ്തു. അതിൽ നടപടിയെടുക്കാൻ DGPയോട് ആവശ്യപ്പെട്ടു. പരാതിക്കാരിയോട് അതിൻ്റെ മറുപടിയും കൊടുത്തു. സംഘടനാപരമായി ഇത്രയും നടപടികൾ സ്വീകരിച്ച് നിൽക്കുകയാണ്. മറ്റ് നടപടികൾ സ്വീകരിക്കണമെങ്കിൽ, അതിനേക്കാൾ കടുത്ത നടപടികൾ സ്വീകരിക്കണമെങ്കിൽ അതിൻ്റേതായ നടപടിക്രമങ്ങളുണ്ട്. ഞാൻ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് എല്ലാ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചും കൂടുതലായി എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെങ്കിൽ ഹൈക്കമാൻഡ് അനുമതിയോടും കൂടി മാത്രമേ എനിക്ക് നടപടി സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഞാൻ ആ കാര്യത്തിൽ പാർട്ടിയുടെ എൻ്റെ ഉത്തരവാദിത്വം തക്ക സമയത്ത് നിർവഹിച്ച് ആവശ്യമായ നടപടികൾ. തെളിവുകളെ സംബന്ധിച്ച് പറയാൻ അല്ലല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ താങ്കളോട്.
ജയിലിൽ കിടക്കുന്ന കളവ് കേസിലെ പ്രതികളെ CPM പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പാർട്ടിയാണ്, പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. പത്മകുമാർ ജയിലിൽ കിടക്കുന്നു. ഗോവിന്ദൻ മാഷ് പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പോകുന്നു. അദ്ദേഹത്തോട് യോഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തോട് നിങ്ങൾ എന്തായി പത്മകുമാറിൻ്റെ കാര്യം ചർച്ച ചെയ്തു എന്ന് ചോദിച്ചു. ആ കാര്യം ഇവിടെ ചർച്ച ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. ഗോവിന്ദൻ മാഷ് പറഞ്ഞത് വേറെ പാർട്ടിയാണ്, വേറെ പാർട്ടിയാന്ന് പറഞ്ഞു. ഞങ്ങളതല്ല, ഞങ്ങൾ CPM-ൽ നിന്ന് വേറെ പാർട്ടിയാണ്. ഈ വിഷയം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഘടനാ പദവി രാജിവെപ്പിച്ചു, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അത് ഇതുവരെ പിൻവലിച്ചിട്ടില്ലല്ലോ. ഒരു പാർട്ടി പരിപാടിയിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നില്ലോ. പാർലമെന്ററി പാർട്ടി സസ്പെൻഡ് ചെയ്തു, അത് സ്പീക്കറെ അറിയിച്ചു. ഇനി അടുത്ത നടപടിയിലേക്ക് കടക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് ഉചിതമായ തീരുമാനം എടുക്കുക ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കാലം അത്രയും വന്നു, പുതിയ പരാതികൾ വന്നു, KPCC നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ പരാതിയുമായി രംഗത്ത് വന്നു. പ്രസിഡന്റ് പറയുന്നത് നടപടി എടുക്കണമെങ്കിൽ ദേശീയ നേതൃത്വമായിട്ട് കൂടി ആലോചിക്കണം. KC വേണുഗോപാൽ തന്നെ പറഞ്ഞത് സംസ്ഥാനത്ത് നടപടി എടുക്കാമെന്നാണ് പറഞ്ഞത്. ഇനിയും വൈകുന്നത് എന്തുകൊണ്ടാണ്? മറ്റൊന്ന് കോൺഗ്രസിനുള്ളിൽ അതില് രാഹുലിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ. അത് ഒരു കാര്യം KPCCയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് നടപടി എടുക്കുമ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും എടുക്കുന്നത്. എല്ലാ നേതാക്കന്മാരുമായി ചർച്ച ചെയ്യും. ഞാനൊരു കാര്യം വ്യക്തമായിട്ട് ഏതോ ഒരു സ്ഥലത്തെ മാധ്യമ സമ്മേളനത്തിൽ തൃശ്ശൂരിലാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുതിർന്ന 25-ൽ പരം നേതാക്കന്മാരുമായി ഞാനും പ്രതിപക്ഷ നേതാവും ടെലഫോണിലൂടെ ആശയവിനിമയം നടത്തിയിട്ടാണ്. 25 കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുതിർന്ന മുൻ KPCC പ്രസിഡന്റ്മാർ, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വർക്കിംഗ് പ്രസിഡന്റ്മാർ, ഇവരുൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാർ 25-ൽ കുറയാത്ത ആളുകൾ ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് ഞാൻ തീരുമാനമെടുത്തത്. ഞാൻ മാധ്യമങ്ങളുടെ വാർത്തയ്ക്കനുസരിച്ച് തീരുമാനമെടുക്കാൻ എനിക്ക് കഴിയില്ല. മുതിർന്ന നേതാക്കന്മാരുമായും AICC-യുമായും ആലോചിച്ച് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുക്കും. രാഷ്ട്രീയത്തിൽ കമ്പാരിസണുണ്ട്. കമ്പാരിസൺ രാഷ്ട്രീയത്തിൽ എത്ര അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ മാധ്യമ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലും ഒരു MLA ആയ വ്യക്തിയെ പാർട്ടി പോസ്റ്റിൽ നിന്ന് പുറത്താക്കുകയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും, ആ സസ്പെൻഷൻ നടപടികളൊന്നും പിൻവലിക്കാതിരിക്കുകയും അദ്ദേഹത്തെ ഒരു പാർട്ടി പരിപാടിയിൽ ഔദ്യോഗിക സഹകരിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ഞങ്ങളൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ, കളവ് കേസിൽ ശബരിമലയിലെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണം അടിച്ചു മാറ്റിയ ഗൂഢാലോചനയിലും പങ്കാളിത്തത്തിലും പ്രതിയായ ആളുകൾ ജയിലിൽ കിടക്കുന്ന പ്രതികളെ സംരക്ഷിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും ഞങ്ങളെയും ജനങ്ങൾ ശരിക്ക് തിരിച്ചറിയുക തന്നെ ചെയ്യും. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. അത് മാധ്യമങ്ങളോട് ഇപ്പൊ പറയാനായിട്ടില്ല. അത് രാഹുലിനെതിരെ 4 വർഷം മുന്നേ തന്നെ ഇത്തരം പരാതികൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ സിനിമാ നടി റിനി അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവിന് പരാതി കൊടുത്തിട്ടുണ്ട്, മുതിർന്ന നേതാക്കൾക്ക് പരാതി. അതിനൊക്കെ മറുപടി പറഞ്ഞതാണ്. എൻ്റെ മുൻപിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, പോലീസിൻ്റെ മുൻപിലും മുഖ്യമന്ത്രിയുടെ മുമ്പിലും പരാതി വന്നത് ഈ അടുത്ത ദിവസങ്ങളിലാണ്. എൻ്റെ മുമ്പിൽ പരാതി, പ്രത്യേക കേസായിട്ട് എൻ്റെ മുമ്പിൽ ആളില്ലാ പരാതി, സ്ഥലമില്ലാ പരാതി എൻ്റെ മുമ്പിൽ വന്നത് നിങ്ങൾക്കറിയാം, മിനിഞ്ഞാന്നാണ്. അപ്പോൾ തന്നെ ഞാനത് DGPക്ക് ഫോർവേഡ് ചെയ്തു. ബാക്കി സംഘടനാ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യും. അതിനെ തിരക്കില്ല കേട്ടോ, അതിന് തിരക്കില്ല. അതിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. സംഘടനയുടെ ഇന്നർ കാര്യങ്ങൾ മാധ്യമങ്ങളോട് ഇപ്പോൾ പറയേണ്ടതില്ല. തീരുമാനം വന്നാൽ നിങ്ങളെ അറിയിക്കും. നിങ്ങളോട് ആരാ പറഞ്ഞത്? അത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഞാൻ അറിയിക്കേണ്ട സമയത്ത് അറിയിക്കുന്നു പറഞ്ഞു. അതെ, കോടതി വിധി വന്നാലും നമുക്ക് സമയമുണ്ടല്ലോ, വരുന്നതിന് മുമ്പ് സമയമുണ്ടല്ലോ. അതിനെ ഞാൻ പറഞ്ഞേ, ഐ വിൽ യൂസ് ദി ആപ്പ് ടൈം ഫോർ ദി ആപ്പ് ഡിസിഷൻ. ഞങ്ങൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്, ഇനിയും നടപടി ഉചിതമായ സമയത്ത് സ്വീകരിക്കും. അത് വളരെ ഞാനത് ഏറ്റെടുക്കുക. അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഉചിതമായ തീരുമാനം ആലോചിച്ച് സമയത്ത് പ്രഖ്യാപിക്കാൻ എടുക്കാനുള്ള ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട്. അല്ലല്ല, അതിനെ എന്നെ ഇങ്ങനെ എന്താ
സമയം കെടുത്താൽ നിങ്ങൾ നിശ്ചയിക്കണ്ട. സമയം കെടുത്താൽ തൽക്കാലം KPCC പ്രസിഡന്റ് ഞാനാണ്. തൽക്കാലം സമയം കെടുത്താൽ നിങ്ങളാരും നിർദ്ദേശിക്കേണ്ട. എന്നാൽ രാഹുലിന് ജാമ്യം നിഷേധിക്കപ്പെട്ട് രാഹുലിനെ പുറത്താക്കിയതായി ഏഷ്യനെറ്റ് അങ്ങ് പ്രസ്താവിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ഉച്ചതിരിഞ്ഞ് ഗതികേട്ട സണ്ണി ജോസഫിൻ്റെ ആ വാക്കുകൾ കേൾക്കുക. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി. കേക്കച്ചൻ പിന്നാമ്പുറത്തിരുന്ന് ഗെയിം മാറ്റിമറിച്ച് കളഞ്ഞു. രാഹുൽ മാക്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വിവരം ഞാൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇടുക്കിയിലായതുകൊണ്ട്, കട്ടപ്പനയായതുകൊണ്ട് ഇവിടെ മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ നേരിട്ട് അറിയിക്കുന്നു. രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു AICCയുടെ അനുമതിയോടുകൂടി. നേരത്തെ അതിന് അനുമതി തേടിയിരുന്നു, അനുമതി ലഭിച്ചു. അനുമതിയോടുകൂടി ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു. അനുമതി ലഭിക്കാനുണ്ടായ കാലതാമസമാണോ ഈ നടപടിയിലേക്ക് പോകാൻ? നടപടിക്രമങ്ങളുടേതായ കാലതാമസം. രാജിവെക്കുന്നതാണ് നല്ലത്. ജാമ്യം നിഷേധിക്കുന്നവരെ കാത്തിരുന്നത് എന്തുകൊണ്ടാണ്? അതൊക്കെ ഞങ്ങൾ സമയത്ത് ആലോചിച്ച് ഉചിതമായ തീരുമാനം. കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ കൂടി അപ്രൂവൽ വേണം. കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാവരുമായിട്ട് ആലോചിച്ചു. എല്ലാ നേതാക്കന്മാരുടെയും ഐക്യകണ്ഠേനയുള്ള യോജിച്ച തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പ്രസിഡന്റ്, തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് തെരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും ബാധിക്കില്ല. കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ വളരെ മാതൃകാപരമായ തീരുമാനം എല്ലാ സന്ദർഭങ്ങളിലും എടുത്തിട്ടുണ്ട്. ആക്ഷേപങ്ങൾ മാധ്യമങ്ങളിൽ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കി. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹത്തിനെതിരെ അക്കാലത്ത് പരാതി ഉണ്ടായിരുന്നില്ല. പരാതി KPCCക്ക് കിട്ടിയപ്പോൾ അതപ്പോൾ തന്നെ പോലീസ് DGPക്ക് ഫോർവേഡ് ചെയ്തു. അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. അക്കാര്യം ഞങ്ങൾ വിശദമായിട്ട് ഞങ്ങൾ പരിശോധിച്ചു, പരിഗണിച്ചു. എല്ലാ നേതാക്കന്മാരുമായിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡുമായിട്ട് ചർച്ച നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമെടുത്തു. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എന്തോ അതൊക്കെ സൈമൾട്ടേനിയസ് ആയിട്ട് രണ്ടും നടന്നേ ഉള്ളൂ. ഞങ്ങളങ്ങനെ അപ്പം അത് വേണമെങ്കിൽ ഞാൻ അയച്ചു കൊടുത്തതിൻ്റെ അതിന് മുൻപായിട്ട് തന്നെ തീരുമാനമുണ്ട്. പക്ഷേ പ്രഖ്യാപിച്ചത് ഇപ്പോഴാണ്, അറിയിച്ചത് ഇപ്പോഴാണ്. എന്നാൽ കോടതി വിധി വന്ന് ജാമ്യം നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ കേക്കച്ചൻ പറഞ്ഞത് ഞങ്ങൾ ഇന്നലെ രാഹുലിനെ പുറത്താക്കി കഴിഞ്ഞു എന്നാണ്. അപ്പോൾ KPCC പ്രസിഡന്റ് വാക്കുകൾക്ക് എന്താണ് വില? ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ആദ്യം പരാതി വരുന്നതിന് മുമ്പ് തന്നെ ഈ വിവരം അറിഞ്ഞപ്പോൾ ഞങ്ങളത് പരിശോധിച്ചു. ഞങ്ങളെല്ലാവരും ചേർന്ന് ഏകകണ്ഠമായൊരു തീരുമാനമെടുത്തു, സസ്പെൻഡ് ചെയ്യാം. അന്ന് ആ തീരുമാനമായിരുന്നു ശരി. രണ്ടാമതൊരു പരാതി കൂടി KPCC പ്രസിഡന്റ് വന്നു. ആ പരാതി വന്നപ്പോഴും ഞങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ അപ്പം തന്നെ പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും കൂടി ഏകകണ്ഠമായ ഒരു തീരുമാനമെടുത്തു, പുറത്താക്കാൻ തീരുമാനമെടുത്തു. ഇന്ന് പ്രഖ്യാപിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇന്നലെ തന്നെ ആ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. വൈകിപ്പോയി എന്നുള്ളൊരു ഇല്ലല്ല, വൈകുന്നത് എങ്ങനെ? കോടതിയുടെ തീരുമാനം വരാൻ വേണ്ടി ഞങ്ങൾ ഇന്നലെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പരാതി പരിശോധിച്ച് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ആ തീരുമാനം എല്ലാവരും ചേർന്ന് ഏകാന്തമായിട്ട് എടുത്ത ഒരു തീരുമാനമാണ്. ഇപ്പോൾ ഇന്നലെ രാത്രി പ്രഖ്യാപിക്കുന്നു, ഇന്ന് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിന് പ്രസക്തിയില്ലല്ലോ. തീരുമാനം എടുത്ത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ പാർട്ടിയെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഇതുപോലത്തെ ഒരു ഗൗരവതരമായ കേസ് വന്നപ്പോൾ അത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ, കൊട പിടിച്ചു കൊടുക്കാൻ ശ്രമിക്കാതെ, ഒരു പ്രസിഡന്റിന് പരാതി കിട്ടിയപ്പോൾ അത് അപ്പം തന്നെ പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യുകയും ഒക്കെ ചെയ്യും. ഇപ്രകാരം ജാമ്യം നിഷേധിക്കുവാൻ വേണ്ടിയാണ് രണ്ടാമതും ഒരു വ്യാജ ബലാത്സംഗ പരാതി ഊമക്കത്തിൻ്റെ രൂപത്തിൽ KPCC പ്രസിഡന്റിന് കേക്കച്ചൻ അയപ്പിച്ചത്. ഓർക്കുക, ആ ഊമക്കത്ത് കൊണ്ട് രണ്ടാമതൊരു ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തു. അത് വെച്ച് ജാമ്യം ലഭിക്കുവാനുള്ള ആ സാധ്യത പൊളിച്ചു കളഞ്ഞു. അവസാനം അത് ദുരുദ്ദേശപരമാണ് എന്ന് കോടതിക്ക് തന്നെ മനസ്സിലാക്കി കോടതി വീണ്ടും രാഹുലിന് ജാമ്യം നൽകുന്നു. അപ്പോഴേക്കും ഇവന്മാർ രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇപ്പോൾ നിന്ന് ഇതാ പൊട്ടൻ കളിക്കുന്നു. ഇത് ജനങ്ങൾക്ക് മനസ്സിലാകില്ലേ? ഇനി ഇന്നലെയും ഇന്നുമായി സണ്ണി ജോസഫ് മാധ്യമങ്ങളുടെ മുന്നിൽ നടത്തിയ കുമ്പസാരം കാണുക. ഇതിൻ്റെ പിന്നിൽ വലിയൊരു ബ്രെയിൻ പ്രവർത്തിച്ചെന്ന് ലീഗൽ മൈൻഡുള്ള, എൻ്റെ ചണ്ണിക്കൂട്ട ലീഗൽ മൈൻഡല്ല, ക്രിമിനൽ ബുദ്ധിയുള്ള നിൻ്റെ VD സതീശൻ, ആ നെട്ടൂർ കേക്കച്ചൻ, പഴയ മണി ചെയിൻ തട്ടിപ്പുകാരൻ്റെ ആ കുരുട്ടുബുദ്ധിയാണ് നമ്മളിവിടെ കണ്ടത്. പിന്നെ എനിക്കറിയാം, അത് മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടാണ് എനിക്ക് അയക്കുന്നത്. അത് ലീഗലി ഡ്രാഫ്റ്റഡ് പെറ്റീഷനായിരുന്നു. അതിലെ പരാതിക്കാരിയുടെ പേരൊന്നുമില്ല. ലീഗലി ഡ്രാഫ്റ്റഡ്, കൺസൾട്ടഡ്, വെൽ നറേറ്റഡ്. ആക്ച്വലി നറേറ്റഡ് എന്ന് എനിക്കറിയില്ല, അത് അന്വേഷണത്തിലാണ്. നല്ല ലാംഗ്വേജിൽ, ഇംഗ്ലീഷിൽ നന്നായിട്ട് ആലോചിച്ച് നല്ല ലീഗൽ ബ്രെയിൻ വർക്കൗട്ട് ചെയ്ത് ഉള്ളൊരു പരാതിയാണ്. അത് എനിക്ക് അയച്ചത് വളരെ ഒരു രാഷ്ട്രീയ നിയമ ആലോചനയുടെ ഫലമായിട്ടാണ്.
എനിക്ക് അയക്കുന്ന അതേ ആൾക്ക് അത് മുഖ്യമന്ത്രിക്കോ DGPക്കോ അയക്കാൻ ഒരു മെയിൽ ഐ ഡി ഒന്ന് മാറ്റിയാൽ മതി. മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടാണ് എനിക്ക് അയക്കുന്നത്. അത് ഞാനിപ്പം കൊടുത്തില്ലെങ്കിലും കൊടുക്കപ്പെടുമെന്ന് എനിക്കറിയാം. അപ്പോൾ അത് വെച്ച് എന്നെ കൂടെ കൊടുക്കാമെന്നുണ്ട്. അതിന് ഞാൻ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കാൻ ബാധ്യസ്ഥനല്ലേ. രണ്ടാമത്തെ കേസിലും അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോകും. ആ രണ്ടാമത്തെ പരാതിയിൽ താങ്കൾ ഒരു ദുരുദ്ദേശം അല്ലെങ്കിൽ അതിനകത്തൊരു വെൽ ഡ്രാഫ്റ്റഡ് ആണ് എന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ മാധ്യമങ്ങളോട് തന്നെയാണ് പറഞ്ഞത്. ആ പരാതി എൻ്റെ മുമ്പിലുണ്ട്, മാധ്യമങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊരു ലീഗൽ ബ്രെയിൻ അതിൻ്റെ അകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതെ, ജനങ്ങൾ വിലയിരുത്തട്ടെ. ഇന്നലെ കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയും വിലയിരുത്താം. അതിനെ ഞാനത് പറയുന്നില്ല. അത് ആളുകൾക്ക് നന്നായിട്ട് അറിയും. ആ പരാതി എന്തിനാണ് എനിക്ക് കിട്ടുന്ന സമയത്ത് തന്നെ മാധ്യമങ്ങൾ കിട്ടിയല്ലോ. എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം? എന്തായിരുന്നു? ആ പരാതിക്ക് നന്നായിട്ട് അറിയാം അതാർക്കാണ് അയക്കേണ്ടതെന്ന്. പക്ഷെ എനിക്ക് അയച്ചു. മൊഴിയിലും പരാതിയിലും വൈരുദ്ധ്യമുണ്ടെന്നാണ് ഞാൻ ഫയലുകൾ കണ്ടിട്ടില്ല. കോടതി വിധി ഞാൻ കണ്ടിട്ടുണ്ട്. അത് ജനങ്ങൾ വിലയിരുത്തും. കോടതി വിധി അത് താങ്കൾ പറയുന്നതിലേക്ക് സൂചിപ്പിക്കുന്നതാണോ? അത് അല്ല, ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞത് തന്നെ. ആ പരാതി ആസൂത്രിതമായിട്ടുള്ള വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. വെൽ ഡ്രാഫ്റ്റഡ് ആണെങ്കിൽ പോലും അതിലെ ലീഗലായിട്ടുള്ള എതിർവശങ്ങൾ പ്രതിവാദം ചൂണ്ടിക്കാട്ടിയപ്പോൾ അതും കോടതി വിലയിരുത്തിയിട്ട് ഞാൻ ആ ഓർഡറും വായിച്ചു. സണ്ണി ജോസഫേ, അരമനക്കെങ്ങണി വെറും റബ്ബർ സ്റ്റാമ്പേ. രാഹുലിനെ നശിപ്പിക്കുവാൻ കേക്കച്ചൻ ചെയ്ത ആ പണിയാണിതെന്ന് ഇനിയെങ്കിലും താൻ ഇത് തുറന്ന് പറഞ്ഞ് മാപ്പ് സാക്ഷിയാകുക. നിൻ്റെയൊക്കെ കഴിവുകേട് കൊണ്ടല്ലേ കേക്കച്ചൻ ഈ പണിയൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ കാട്ടിക്കൂട്ടിയത്. ഇതിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങളുടെ പാർട്ടിക്കും ഈ കേക്കച്ചനും കൊടുക്കേണ്ടുന്ന വില എന്താണെന്ന് അറിയാമോ? പിണറായിക്ക് തുടർഭരണം കിട്ടുമ്പോൾ കേക്കച്ചന് അതിൻ്റെ പ്രയോജനം കിട്ടും. നിങ്ങളുടെ അവസ്ഥ എന്താകും? പ്രിയമുള്ള ജനങ്ങളെ, i2i ന്യൂസ് തുടക്കം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇപ്പോൾ യാഥാർത്ഥ്യമായി വരുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മിഷൻ 250യുടെ 60ാം ദിവസം. കേക്കച്ചൻ്റെ നാറിത്തരങ്ങൾ കൂടുതൽ വ്യക്തമായി വന്നുകൊണ്ടിരിക്കുന്നു. ഇത്തവണ ഇവൻ പറവൂരിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ തോൽക്കും, ഉറപ്പ്. i2i ന്യൂസ്, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.